നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുൻപ് ഇതിൻ്റെ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ +2 സർട്ടിഫിക്കറ്റ്, +2 തോറ്റ വിദ്യാർത്ഥികൾക്ക് അവർ സേ എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനുശേഷം വീണ്ടും കമ്പാർട്ട്മെൻ്റായിട്ട് വീണ്ടും പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ 2 or 3 ഒക്കെ സർട്ടിഫിക്കറ്റുകൾ അധികമായിട്ടുണ്ടാവും. അതായത് ഒന്നിലധികം സർട്ടിഫിക്കറ്റ് ഒരു വ്യക്തിക്ക് കൈവശം +2ൻ്റെ ഉണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് മെർജ് ചെയ്യാം അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യാം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ മുമ്പ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുള്ളവരായിരിക്കും. പക്ഷേ അതുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേഷനാണ്. പഴയ കാലത്ത് ഇതേപോലെ നമുക്ക് ഒന്നിലധികം സർട്ടിഫിക്കറ്റുകൾ കൈവശം ഉള്ള ആളുകൾക്ക് അത് മെർജ് ചെയ്യാനൊരു പ്രയാസം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇത് എന്തിനാപ്പോൾ മെർജ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ചില ആളുകൾക്ക് അത് മെർജ് ചെയ്തേ പറ്റൂ എന്നുള്ള ചിന്താഗതിക്കാരും ഉണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കുന്നത് മെർജ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. മെർജ് ചെയ്യുക പറഞ്ഞാൽ ഒന്നാക്കുക, ഒന്നിലധികം സർട്ടിഫിക്കറ്റ് സേയുടെയും അതുപോലെ തന്നെ സേക്ക് ശേഷം പിന്നെ നമ്മൾ വീണ്ടും വർഷങ്ങൾ എടുത്ത് വീണ്ടും എഴുതി നമ്മുടെ ബാക്ക് പേപ്പറൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വരുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം കൂടും. അപ്പോൾ എത്ര തവണ പരീക്ഷ എഴുതുന്നോ അതിനനുസരിച്ച് സർട്ടിഫിക്കറ്റിൻ്റെ എണ്ണവും വർദ്ധിക്കും. അപ്പോൾ അത്തരം സർട്ടിഫിക്കറ്റുകളൊക്കെ ഒരു ഇൻ്റർവ്യൂ സമയത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യങ്ങൾക്കോ നമുക്കിത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഷെയിമാണ്, അങ്ങനെ പലരും പറയുന്നുണ്ട്. വളരെ ഒരു വിഷമമാണെന്ന് പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് മുന്നിൽ അതൊന്ന് എക്സ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെ അങ്ങനെ മെർജ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം 2015 വരെ ഉള്ള ആളുകൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിലോട്ട്, ഇപ്പോൾ 2024 2024 നിന്ന് ബാക്കിലോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ 2015 വരെ ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ഈ +2 സർട്ടിഫിക്കറ്റ് മെർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിൽ ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വിഷയം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവർ ഇത്തരത്തിലുള്ള നല്ല വിവരങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് നല്ലൊരു അറിവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇതാണ്, മെർജ് ചെയ്യേണ്ട കാര്യമാണ്. സർട്ടിഫിക്കറ്റുകൾ ഒന്നിലധികം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അതും താങ്ങി പിടിച്ച് അതിൻ്റെ വിഷമവും പേറി നടക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായും നിങ്ങൾക്കത് മെർജ് ചെയ്യാം. 2015 വരെ ഒരു കാലഘട്ടത്തിൽ മെർജ് ചെയ്ത് കൊടുത്തു. ഇനി ഉള്ളത് 2011 +2 കഴിഞ്ഞവർക്കാണ്. 2011 +2 ആയവർക്ക്, കഴിഞ്ഞവർക്കല്ല, +2 ആയവർക്ക് എന്ന് പറഞ്ഞാൽ 12 വരെയുള്ളവർക്ക് മെർജ് ചെയ്യാൻ സാധിക്കും. എന്ന് പറയുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു രീതി പറയുന്നത് ഇങ്ങനെയാണ്. +1 നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ എടുത്തിരിക്കേണ്ടത് 2010-11 2010-11 വർഷത്തിൽ +1 അഡ്മിഷൻ എടുക്കുകയും 11-12 +2 കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തവർക്ക്, അതായത് 2012 11-12 +2 കഴിഞ്ഞ് തോറ്റവർക്ക് സേ എഴുതിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ശേഷം കമ്പാർട്ട്മെൻ്റലായിട്ട് പരീക്ഷ എഴുതിയിട്ടോ കിട്ടാവുന്ന ഒന്നിലധികം സർട്ടിഫിക്കറ്റുകൾ നമുക്ക് മെർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 2015 അല്ല, 2011-12 വരെയുള്ളവർക്ക് കൂടി ഇപ്പോൾ മെർജ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മെർജ് ചെയ്യേണ്ടത്, അതിനെന്താണ് നമ്മൾ നടത്തേണ്ടത്, അതിനെത്രയാണ് ഫീസ് അടയ്ക്കേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ എൻഡിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളതെടുത്ത് കാണണം. അതും ഈ വീഡിയോയും കൂടെ ഒത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ ഈ മെർജ് ചെയ്യുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ ഒറിജിനൽ അയച്ചു കൊടുക്കണം. DHSC തിരുവനന്തപുരത്തേക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ അത് അയച്ചു കൊടുക്കുന്നതിനുമായിട്ടുള്ള അഡ്രസ്സൊക്കെ നമ്മുടെ പഴയ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് നിങ്ങളത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് +2 സർട്ടിഫിക്കറ്റ് ഒന്നിലധികം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഒന്നാക്കാം, മെർജ് ചെയ്യാം, കമ്പൈൻ ചെയ്യാം. അതിനെന്താ ചെയ്യേണ്ടത്,
അതിന് നിങ്ങളത് ഒറിജിനൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം സ്കൂളിൽ അപേക്ഷയൊക്കെ കൊടുത്ത് അവിടുന്ന് സൈനും സീലും ഒക്കെ വാങ്ങി നമ്മളത് കവറിലൊക്കെ ഇട്ട് ഫീസൊക്കെ അടച്ച് ട്രഷറിയിൽ ഫീ അടച്ച് നേരെ തിരുവനന്തപുരം DHSC ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുമ്പത്തെ വീഡിയോയിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെയും കൊടുക്കാം. അപ്പോൾ മുൻ വർഷങ്ങളിലുള്ളവർക്ക് ഇത് മെർജ് ചെയ്യാൻ സാധിക്കില്ല എന്ന് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.